വയനാട്ടിലേക്ക് പോവാം. അവിടെ കടുവാ ഭീതിയിലാണ്. പക്ഷെ അവർക്ക് അവിടെയുള്ള പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകുന്നത് നമുക്കെല്ലാം പരിചിതമായ അരുൺ സക്കറി അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഉടൻ കുങ്കിയാനകളായ സുരേന്ദ്രനും വിക്രമനും അമരക്കുനിയിലേക്ക് എത്തുകയാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുമെന്ന് DFO മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. പ്രത്യേക അറിയിപ്പ്. അമരക്കുനി ഭാഗത്ത് കടുവയുടെ സാന്നിധ്യമുള്ള മേഖലകളിൽ വനം വകുപ്പ് പല സംഘങ്ങളായി തിരച്ചിൽ നടത്തുന്നതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ ദൗത്യം നടക്കുന്നത്. എല്ലാ ഭാഗത്തും കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീം ഇവിടെ ക്യാമ്പ് ചെയ്താണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സൗത്ത് വയനാട് DFO അജിത് കെ രാമനാണ്. ഏത് രീതിയിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്? ഡോക്ടർ അരുൺ സക്കറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 3 സംഘങ്ങളായിട്ട് നമ്മൾ ഒന്ന് കന്നാരമ്പുഴയുടെ തീരത്ത് സെർച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടൈഗറിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പ്രസൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഈ ഭാഗത്ത് ചതുപ്പ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ടൈഗറിൻ്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സഞ്ചാരപഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ 3 സംഘങ്ങളായിട്ട് ഈ സെർച്ച് നടത്തുന്നത്. കൂടുതലായിട്ട് നമ്മളിന്ന് തെർമൽ ഡ്രോൺ കൊണ്ടുവരുന്നുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ വയനാട് വൈൽഡ് ലൈഫ് വാർഡനുമായി ബന്ധപ്പെട്ട് 2 കുങ്കിയാനകളുടെ സേവനവും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആനകളായിട്ടുള്ള സുരേന്ദ്രൻ അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്ന കുങ്കിയാനകളെയാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ സുൽത്താൻ ബത്തേരിയോട് റിക്വസ്റ്റ് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ കടുവയുടെ പ്രസൻസ് ഈ 2-3 ദിവസത്തിനിടയ്ക്ക് അന്ന് ആടിനെ പിടിച്ചതിന് ശേഷം കടുവേൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന കാൽപ്പാടോ ക്യാമറ ട്രാപ്പിലുള്ള ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ അടുത്ത ദിവസം ലഭിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. അന്ന് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ഭാഗത്ത് തന്നെ നമ്മൾ ക്യാമറ ട്രാപ്പും AI ക്യാമറയും സ്ഥാപിച്ചെങ്കിലും ആ AI ക്യാമറയിലോ ക്യാമറ ട്രാപ്പിലോ ഒന്നും തന്നെ കടുവയുടെ പിക്ചർ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. ഉച്ചയോടുകൂടി തന്നെ കുങ്കിയാനകളെത്തും. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും അതോടൊപ്പം തന്നെ നടക്കും. സൗത്ത് വയനാട് DFO അജിത് കെ രാമനാണ് വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.